യേശുവിൽ പ്രിയപ്പെട്ടവരെ, നന്നായി ചിന്തിക്കുക, ചിന്തിക്കുന്നതനുസരിച്ച് പറയുക, പറയുന്നത് പോലെ പ്രവർത്തിക്കുക. ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമുണ്ടാവുക അത്ര എളുപ്പമല്ല. അങ്ങനെയുള്ള വ്യക്തികൾ മഹത്വമുള്ള വ്യക്തികളാണ്. അവരുടെ ജീവിതവും പ്രവർത്തനവും സത്യസന്ധത നിറഞ്ഞതാണ്. എന്നാൽ ഒന്ന് ചിന്തിക്കുകയും വേറൊന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴത് കപടതയാണ്. ഈശോ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുന്നുണ്ട്. പക്ഷേ കാപട്യം അവിടുത്തെ ഒത്തിരിയധികം വേദനിപ്പിക്കുന്നുണ്ട്, അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമിക്കരോടും പ്രീശരോടും പരിസയരോടുമൊക്കെ അവിടുന്ന് വളരെ കാർക്കശ്യത്തോടെ പ്രതികരിച്ചത്. കപട നാട്യക്കാരെ നിങ്ങൾക്ക് ദുരിതമെന്നാണ് ഈശോ അവരോട് പറഞ്ഞത്. അന്ധരായ വഴികാട്ടികളെ, മൂഢരെ എന്നൊക്കെ അവിടുന്ന് വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തികൾ പൊരുത്തമുള്ളതായി മാറട്ടെ. നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിവാകുന്നത് ഉള്ളിൽ ഉണ്ടാകണം. പുറമേ സ്നേഹം കാണിക്കുമ്പോൾ ഉള്ളിലും സ്നേഹം ഉണ്ടാകട്ടെ. പുറമേ മറ്റുള്ളവരോട് ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുമ്പോഴും അത് ഹൃദയത്തിൽ നിന്ന് വരണം. അങ്ങനെ മഹത്വമുള്ള വ്യക്തികളായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.